എല്ലാ ടോപ്പിക്കും നമ്മൾ കവറാക്കിയിട്ടുണ്ട്. ഇനി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എൻ്റെ നോട്ടിൽ കുറച്ചും കൂടി എക്സ്ട്രാ പ്രോബ്ലംസ് കിടക്കുന്നുണ്ട്. അത് നമുക്ക് നോക്കണം. ഓക്കെ, യൂസ് റൂൾസ് ഓഫ് ഇൻഫറൻസ് ടു ഷോ ദാറ്റ് ഇഫ് ഫോർ ഓൾ എക്സ് പി ഓഫ് എക്സ് ഇംപ്ലൈസ് ക്യൂ ഓഫ് എക്സ് ആൻഡ് എസ് ഓഫ് എക്സ്, ഫോർ ഓൾ എക്സ് പി ഓഫ് എക്സ് ആൻഡ് ആർ ഓഫ് എക്സ് ആർ ട്രൂ, then for all x r of x and s of x is true. ഇത് നമുക്ക് എത്ര മാർക്കിന് ജനുവരി 2026 മാർക്കിന് കാണാമല്ലോ. അത്യാവശ്യം നല്ല മാർക്കിന് തന്നെ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പോൾ നമുക്ക് ഫോർ ഓൾ എക്സിലുണ്ടെങ്കിൽ അത് ആർബിറ്ററി ആയിട്ടൊരു കോൺസ്റ്റൻറ്റിലുണ്ടായിരിക്കും എന്ന് പറയുന്നതാണ് യൂണിവേഴ്സൽ ഇൻസ്റ്റൻറ്റിയേഷൻ. ഓക്കെ, അപ്പോൾ നമുക്കിങ്ങനെ ഫോർ ഓൾ എക്സ് ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ അത് നമുക്ക് എന്താ പറയുക, അങ്ങനെ ഫോർ ഓൾ എക്സ് ഉണ്ടെങ്കിൽ നമുക്കത് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിനാദ്യം നമ്മൾ ഒരു കോൺസ്റ്റൻറ്റിലേക്ക് ചെയ്തിട്ട് കോൺസ്റ്റൻറ്റ് ആർബിറ്ററി ആയി ഒരു എയോ എക്സോ എന്തിലെങ്കിലും ചെയ്തിട്ട് നമ്മൾ ജനറലൈസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ആദ്യം നമുക്ക് തന്ന രണ്ട് കണ്ടീഷൻസ് എഴുതി, അതാണല്ലോ ആദ്യത്തെ സ്റ്റെപ്പ്. അപ്പോൾ അതിനെന്ത് പറഞ്ഞു? പ്രിമൈസസ് എന്ന് പറഞ്ഞു. അപ്പോൾ അതിൽ പി ഓഫ് എക്സ് ഇംപ്ലൈസ് ക്യൂ ഓഫ് എക്സ് ആൻഡ് എസ് ഓഫ് എക്സ് എന്ന് എഴുതി. അപ്പോൾ ഞാൻ എല്ലാ എക്സിന് ശരിയാവണമെങ്കിൽ ആർബിറ്ററി ആയ ഒരു എക്സിനും അതെന്തായിരിക്കണം, ശരിയായേ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ളതിനെയാണ് യൂണിവേഴ്സൽ ഇൻസ്റ്റൻറ്റേഷൻ എന്ന് പറഞ്ഞത്. അത് ഞാൻ രണ്ടിലും കൊടുത്തു, പി ഓഫ് എക്സ് ആൻഡ് ആർ ഓഫ് എക്സ് എന്ന് കൊടുത്തു. അപ്പോൾ എനിക്കിതിൽ ക്ലിയർ ആയിട്ട് ആർ ഓഫ് എക്സ് ട്രൂ ആണെന്നറിയാം, എസ് ഓഫ് എക്സ് ട്രൂ ആണെന്ന് എപ്പോൾ കിട്ടണോ അവിടെ വെച്ച് പ്രോബ്ലം കഴിഞ്ഞു. അപ്പോൾ പി ഓഫ് എക്സും ട്രൂ ആണ്, ആർ ഓഫ് എക്സും ട്രൂ ആണ്. അത് നമുക്ക് എവിടെ നിന്നാണ് കിട്ടിയത്? ഈ സ്റ്റെപ്പ് 4ൽ സിംപ്ലിഫിക്കേഷൻ അപ്ലൈ ചെയ്തപ്പോൾ പി ഓഫ് എക്സും ട്രൂ ആയി, ആർ ഓഫ് എക്സും ട്രൂ ആയി. ഓക്കെ, അപ്പോൾ നമ്മളുടെ എന്താ പറയുക, ക്യൂ ഓഫ് എക്സ് ആൻഡ് എസ് ഓഫ് എക്സിനെ കുറിച്ച് നമുക്ക് എന്ത് പറയാം? ഇപ്പോൾ നമുക്ക് പി ഓഫ് എക്സ് ട്രൂ ആണല്ലോ, അപ്പോൾ ക്യൂ ഓഫ് എക്സ് ആൻഡ് എസ് ഓഫ് എക്സ് ട്രൂ ആയേ പറ്റുള്ളൂ. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇംപ്ലൈസിൽ 10 കണ്ടു കഴിഞ്ഞാൽ ഫോൾസ് ആവുന്നു. അപ്പോൾ ഈ പി ഓഫ് എക്സ് ഇംപ്ലൈസ് ക്യൂ, ഈ മൂന്നാമത്തെ ഈ സംഭവം ട്രൂ ആണെങ്കിൽ ക്യൂ ഓഫ് എക്സ് ആൻഡ് എസ് ഓഫ് എക്സ് ട്രൂ ആയേ പറ്റുള്ളൂ. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും? ഇത് ഏത് ലോയാണ് അപ്ലൈ ചെയ്തത്? പി ഓഫ് എക്സ് ട്രൂ ആന്ന് പറയണ ലോ. പി ഇംപ്ലൈസ് ക്യൂ തന്നിട്ട് ക്യൂവിനെ കുറിച്ച് പറയണതാണ് മോഡസ് പൊണ്ണൻസ്. അപ്പോൾ മോഡസ് പൊണ്ണൻസ് നമ്മൾ എവിടെയാണ് യൂസ് ചെയ്ത്? 5ലും 3ലും എന്ത് യൂസ് ചെയ്തു? ഉണ്ടോ? 1ൽ മോഡസ് പൊണ്ണൻസ് യൂസ് ചെയ്തു. കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ മോഡസ് പൊണ്ണൻസ് നമ്മൾ 2 യൂസ് ചെയ്യണ്ടേ. അതിൽ 2 എന്ന് പറയണത് പി ഓഫ് എക്സ് ട്രൂ ആന്ന് പറയണ 5ാമത്തെയും പിന്നെ 3ഉം. 5ഉം 3 എന്നാണ് അവിടെ എഴുതേണ്ടത് കേട്ടോ. അപ്പോൾ അവിടെ 5ഉം 3ലും മോഡസ് പൊണ്ണൻസ് അപ്ലൈ ചെയ്തു. അതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടി? എസ് ഓഫ് എക്സ് ട്രൂ ആന്ന് കിട്ടി. അത് ജസ്റ്റ് സിംപ്ലിഫിക്കേഷൻ. ആർ ഓഫ് എക്സ് ട്രൂ ആന്ന് പറയുന്നുണ്ടല്ലോ, അതേപോലെ തന്നെ എസ് ഓഫ് എക്സും ട്രൂ ആന്ന് പറയുന്നുണ്ട്. അപ്പോൾ 6ഉം 8ഉം നമ്മൾ ഇതിൻ്റെ പേരെന്താണ്? കൺജൻഷൻ. അപ്പോൾ കൺജൻഷൻ അപ്ലൈ ചെയ്തപ്പോൾ ആർ ഓഫ് എക്സ് ആൻഡ് എസ് ഓഫ് എക്സ് കിട്ടി. ഇത് ആർബിറ്ററി ആയ ഒരു എക്സിലാണ് നമ്മളിപ്പോൾ ഇത് പ്രൂവ് ചെയ്തേക്കുന്നത്. ആർബിറ്ററി ആയ എക്സിൽ ട്രൂ ആണെങ്കിൽ ഇതെല്ലാത്തിലും ട്രൂ ആയിരിക്കും. അപ്പോൾ അതിനാണ് യൂണിവേഴ്സൽ ഇൻസ്റ്റൻറ്റേഷൻ, ജനറലൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം ഫോർ ഓൾ എക്സിലുണ്ടെങ്കിൽ ആർബിറ്ററി ആയ എക്സിലുണ്ടാവണതിന് നമ്മൾ യൂണിവേഴ്സൽ ഇൻസ്റ്റൻറ്റേഷൻ എന്നും, അതേപോലെ തന്നെ ആർബിറ്ററി ആയ എക്സിലുണ്ടെങ്കിൽ എല്ലാ നമ്പേഴ്സിലും ഉണ്ടാവും എന്ന് പറയുന്നത് യൂണിവേഴ്സൽ ജനറലൈസേഷൻ. ഇത് ജനുവരി 2026 6 മാർക്കിന് ചോദിച്ച ക്വസ്റ്റ്യൻ. ഇപ്പോൾ കഴിഞ്ഞ സപ്ലി എക്സാമിൽ. അപ്പോൾ യൂസ് ദ റൂൾസ് ഓഫ് ഇൻഫറൻസ് ഷോ ദാറ്റ് നെഗേഷൻ പി ലോജിക്കലി ഫോളോ ഫ്രം പ്രിമൈസസ്. അപ്പോൾ പി ഇംപ്ലൈസ് ക്യൂ ആൻഡ് ആർ ഇംപ്ലൈസ് എക്സ്, ക്യൂ ഇംപ്ലൈസ് ടി ആൻഡ് എസ് ഇംപ്ലൈസ് യു, നെഗേഷൻ ഓഫ് ടി ഇംപ്ലൈസ് യു, പി ഇംപ്ലൈസ് ആർ, ഒക്കെ അങ്ങനത്തെ ഇംപ്ലൈസ് ആണ്. പക്ഷെ നമുക്ക് എളുപ്പമുള്ളൊരു സാധനം തന്നിട്ടുണ്ട്, നെഗേഷൻ ഓഫ് ടി ഇംപ്ലൈസ് യു. ഞാൻ തന്ന എല്ലാ പ്രിമൈസസ് ദെർഫോർ നെഗേഷൻ പി എന്നൊക്കെ പറഞ്ഞിട്ട് ഈ സൈഡിൽ എഴുതി. ഞാൻ ഇവിടുത്തെ തന്ന ആൾക്കാരനൊക്കെ എടുത്ത് ഇങ്ങോട്ട് ഇപ്പുറത്ത് എഴുതി, എന്നിട്ട് പ്രിമൈസസ് എന്ന് പറഞ്ഞു. എനിക്ക് കണ്ടപ്പോഴേ അറിയാം അതിൽ ഏറ്റവും എളുപ്പമുള്ള സാധനം 3 ഒറ്റ നോട്ടത്തിൽ മനസ്സിലായി. കാരണം ഇംപ്ലൈസിൻ്റെ പുറത്ത് നെഗേഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അവിടുന്ന് തുടങ്ങണം. ഓക്കെ,
അപ്പോൾ അവിടുന്ന് തുടങ്ങണം. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇംപ്ലൈസ് എന്ന് കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ എന്ത് എഴുതണം? നെഗേഷൻ ടി ഓർ യു. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇംപ്ലിഫിക്കേഷൻ ലോ, അതായത് ഇംപ്ലൈസിൻ്റെ ലോയാണ് എന്ത് ഈ അഞ്ചാമത്തെ. അപ്പോൾ നെഗേഷൻ ടി പ്ലസ് യുവിന് എന്തായി മാറ്റി? നെഗേഷൻ ടി ഓർ യു. ഇതിൽ ഡിമോർഗൻ യൂസ് ചെയ്യുമ്പോൾ എന്തൊരു നെഗേഷൻ ടി ടി ആവും, ഓർ ആൻഡ് ആവും, യു നെഗേഷൻ യു ആയിട്ട് മാറും. ഇതെവിടെ ഡിമോർഗൻ ലോ അപ്ലൈ ചെയ്തു? അഞ്ചാമത്തേൽ ഡിമോർഗൻ ലോ അപ്ലൈ ചെയ്തു. ഇവിടെ നമുക്ക് എന്ത് കിട്ടും? ടിയും നെഗേഷൻ യുവും ട്രൂ ആണെന്ന് കിട്ടും. ഇതിൻ്റെ രണ്ട് സിംപ്ലിഫിക്കേഷൻ എവിടെ അപ്ലൈ ചെയ്തു? 6ൽ അപ്ലൈ ചെയ്തു. ഇപ്പം എൻ്റെ കയ്യിൽ ടി ട്രൂ ആണെന്നുണ്ട്, യു ഫോൾസ് ആണെന്നുണ്ട്. അപ്പോൾ ടിയും ഞാനിപ്പോൾ എവിടെ നിന്ന് തുടങ്ങണം? ടിയും യുവിനെയും കുറിച്ച് പറയണ ഏതാണുള്ളത്? അത് രണ്ടാണുള്ളത്. രണ്ടിലെന്താ പറയണത്? ക്യൂ ഇംപ്ലൈസ് ടി ട്രൂ ആന്ന് പറയുന്നുണ്ട്, എസ് ഇംപ്ലൈസ് യുവും ഇത് ട്രൂ ആന്ന് പറയുന്നുണ്ട്. അവിടെ ഞാൻ എസ് ഇംപ്ലൈസ് യു എടുത്തു. കാരണം അതിന് എവിടെ സിംപ്ലിഫിക്കേഷൻ ചെയ്ത്? 2ലാണ് സിംപ്ലിഫിക്കേഷൻ ചെയ്തേക്കുന്നത്. ഇപ്പം ഇവിടെ യു ഫോൾസ് ആണല്ലോ, അപ്പോൾ എസ് എന്തായേ പറ്റുള്ളൂ? എസ് ഫോൾസ് ആയേ പറ്റുള്ളൂ. എസ് ട്രൂ ആണെങ്കിൽ 10 എന്നുള്ള നമ്പർ വരും, അത് 10 എന്നുള്ളത് വരും. 10 ഇംപ്ലൈസിൽ വന്നു കഴിഞ്ഞാൽ 0 എന്ന് ഒരുപാട് വട്ടം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നെഗേഷൻ എസ് ആന്ന് പറഞ്ഞു. അത് എന്ത് ലോയാണ്? പി ഇംപ്ലൈസ് ക്യൂവിന് തന്നിട്ട് പീനെ കുറിച്ച് പറയണതാണ് മോഡസ്റ്റ് ടോളറൻസ്. അപ്പോൾ മോഡസ്റ്റ് ടോളറൻസ് നമ്മൾ എവിടെ യൂസ് ചെയ്തു? 8ലും 9ലും യൂസ് ചെയ്തു. അപ്പം നിലവിൽ നമുക്ക് ഏതിനൊക്കെ കുറിച്ച് ഐഡിയ കിട്ടി? എസ്, യു, ടി. ഇനി നമുക്ക് എസ് ഉള്ള വേറെ എന്തെങ്കിലും ഉണ്ടോ നോക്കാം. അപ്പോൾ എസ് ഉള്ളത് കിട്ടിയിട്ടുണ്ട്. പി ഇംപ്ലൈസ് ക്യൂ ആൻഡ് ആർ ഇംപ്ലൈസ് എസ്സിൽ കിടക്കുന്നുണ്ട് എസ്. അപ്പോൾ ആറ് ഇംപ്ലൈസ് എസ് എടുത്തു. അപ്പോൾ ആറ് ഇംപ്ലൈസ് എസ് അതിൽ എസ് ഓൾറെഡി ഫോൾസ് ആണ്, അപ്പോൾ ആറ് ഫോൾസ് ആയേ പറ്റുള്ളൂ. അതേതാണ്? പി ഇംപ്ലൈസ് ക്യൂ തന്നിട്ട് പീനെ കുറിച്ച് പറയുന്നതാണ് മോഡസ്റ്റ് ടോളറൻസ്. മോഡസ്റ്റ് ടോളറൻസ് എവിടെയൊക്കെ അപ്ലൈ ചെയ്തു? 10ലും 11ലും അപ്ലൈ ചെയ്തു. അപ്പോൾ എനിക്ക് കിട്ടി. ഇനി ആറിനെ കുറിച്ച് കിട്ടി. ഇനിയിപ്പോൾ നമുക്ക് എന്തിനെ കുറിച്ച് കിട്ടാനുള്ള? നെഗേഷൻ പീന്ന് എങ്ങനെയെങ്കിലും എത്തല്ലേ വേണ്ടത്. അപ്പോൾ നമുക്ക് പി ഇംപ്ലൈസ് ആറ് കിടക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ പി ഇംപ്ലൈസ് ആറിൽ 6 ഫോൾസ് ആയി, അപ്പോൾ നമുക്ക് പി ഫോൾസ് ആയിരിക്കും. അപ്പോൾ നമ്മൾ അവിടേക്ക് എത്തും. 4ലും 12 എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നെഗേഷൻ പി കിട്ടും. അവിടെ നമ്മൾ യൂസ് ചെയ്തത് പി ഇംപ്ലൈസ് ആറിൽ പീനെ കുറിച്ച് പറയണതാണ്. പി ഇംപ്ലൈസ് ക്യൂ തന്നിട്ട് പീനെ കുറിച്ച് പറയുന്നതാണ് മോഡസ്റ്റ് ടോളറൻസ്. മോഡസ്റ്റ് ടോളറൻസ് എവിടേക്ക് അപ്ലൈ ചെയ്ത്? 4ലും 12ലും. അത് നമ്മൾ എഴുതി ചെയ്യുമ്പോൾ അത് ഓക്കെ ആകും. ജൂൺ 2024, ഡിസംബർ 2020 അതിനൊക്കെ 7 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. ഷോ ദാറ്റ് ദ വാലിഡിറ്റി ഓഫ് ദ സ്റ്റേറ്റ്മെൻറ്റ് പി ഇംപ്ലൈസ് ക്യൂ, ക്യൂ ഇംപ്ലൈസ് ആർ ആൻഡ് എസ്, നെഗേഷൻ ആർ ഓർ നെഗേഷൻ ടി ഓർ യു, പി ആൻഡ് ടി ഫോർ യു. അതിൽ ഏറ്റവും എളുപ്പമുള്ള സാധനം ഏതാ? ഇംപ്ലൈസ് അല്ലല്ലോ. ആൻഡ് വന്നിട്ടുണ്ടെങ്കിൽ ആൻഡാണ് ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കേണ്ടത്. അപ്പോൾ പി ആൻഡ് ടി എടുത്തു. അപ്പോൾ ഇവിടെ നിന്ന് തന്നെ എനിക്ക് എന്ത് കിട്ടി? പി ട്രൂ ആ കിട്ടി, ടിയും ട്രൂ ആന്ന് കിട്ടി. ഈ പിയിലും ടിയിലും സ്റ്റാർട്ട് ചെയ്യണം വല്ലതും ഉണ്ടോ നോക്കുക. അല്ലെങ്കിൽ പി ഇംപ്ലൈസ് ക്യൂ ഉണ്ട്. പി ഇംപ്ലൈസ് ക്യൂ അവിടെ നിന്ന് എഴുതുമ്പോൾ ആദ്യം എനിക്ക് തന്ന പ്രിമൈസസ് ഒക്കെ ഫസ്റ്റ് എഴുതണോണ്ട് കുഴപ്പമില്ല. എനിക്ക് എങ്ങനെയെങ്കിലും യു ട്രൂ ആന്ന് കിട്ടിയാൽ മതി. എനിക്ക് പി ഇംപ്ലൈസ് ക്യൂ ട്രൂ ആന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി പി ഇംപ്ലൈസ് ക്യൂവിൽ പി ട്രൂ ആണല്ലോ, അപ്പോൾ ക്യൂ ട്രൂ ആയേ പറ്റുള്ളൂ. കാരണം ക്യൂ ഫോൾസ് ആയിരുന്നെങ്കിൽ 10 എന്നുള്ള നമ്പർ വരും. അപ്പോൾ പി ഇംപ്ലൈസ് ക്യൂ തന്നിട്ട് ക്യൂവിനെ കുറിച്ച് പറയണത് മോഡസ്റ്റ് പൊന്നൻസ്. മോഡസ്റ്റ് പൊന്നൻസ് എവിടെയൊക്കെ അപ്ലൈ ചെയ്തു? ഒന്ന് 4 അപ്ലൈ ചെയ്തു. പിന്നെ പി ട്രൂ ആന്ന് പറയണത് 2ലാണ്. അപ്പോൾ 2ഉം 4ലുമാണ് നമ്മൾ മോഡസ്റ്റ് പൊന്നൻസിന് അപ്ലൈ ചെയ്തിട്ടുള്ളത്. ഇനി അടുത്തത് എന്താ? ക്യൂ ഇംപ്ലൈസ് ആർ ആൻഡ്, പിന്നെ ഞാൻ നോക്കി ഇതിൽ ക്യൂവിൽ തുടങ്ങണ വല്ലവരും ഉണ്ടോയെന്ന്. അപ്പോൾ കിട്ടി ക്യൂ ഇംപ്ലൈസ് ആർ ആൻഡ് എസ്. അപ്പോൾ ക്യൂ ഇംപ്ലൈസ് വന്നു, അപ്പോൾ ആർ ആൻഡ് എസ് ട്രൂ ആയേ പറ്റുള്ളൂ. അത് ക്യൂ ഇംപ്ലൈസ് ആർ ആൻഡ് എസ് എന്ന് പറയുന്നത് പ്രിമൈസസ് എന്നൊക്കെ എഴുതി. ഇനിയിപ്പോൾ ക്യൂ ട്രൂ ആയതുകൊണ്ട് ആർ ആൻഡ് എസ് ട്രൂ ആയേ പറ്റുള്ളൂ. പി ഇംപ്ലൈസ് ക്യൂ തന്നിട്ട് ക്യൂവിനെ കുറിച്ച് പറയുന്നത് മോഡസ്റ്റ് പൊന്നൻസ്. മോഡസ്റ്റ് പൊന്നൻസ് നമ്മളിപ്പോൾ എവിടെ അപ്ലൈ ചെയ്തേക്കണേ? 6. ക്യൂ ട്രൂ ആന്ന് പറയണ 5. അപ്പോൾ 5ഉം 6ലാണ് മോഡസ്റ്റ്
പൊന്നൻസ് നമ്മൾ അപ്ലൈ ചെയ്തേക്കുന്നത്. അപ്പോൾ R ആൻഡ് S എന്ന് കിട്ടി. ഇവിടെ നമുക്ക് എന്ത് കിട്ടും? R ട്രൂ ആണ്, അതേപോലെ തന്നെ എസ്സും ട്രൂ ആണ് കിട്ടും. അപ്പോൾ R ട്രൂ ആണ്, എസ്സും ട്രൂ ആണ്. യുവിനെ കുറിച്ചാണ് കിട്ടേണ്ടത്. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ അടുത്തതുള്ളത് നെഗേഷൻ R ഓർ നെഗേഷൻ T ഓർ U എന്നുണ്ട്. അപ്പോൾ അവിടുന്ന് നമുക്ക് എന്ത് മനസ്സിലായി? നെഗേഷൻ T ഓർ U ട്രൂ ആയേ പറ്റുള്ളൂ, കാരണം ഡിസ്ജക്റ്റീവ് സിലോഗിസാണ് അതിൻ്റെ പേര്. അതെന്താ വെച്ചാൽ R ട്രൂ ആണെങ്കിൽ നെഗേഷൻ R ഫോൾസ് ആണല്ലോ. അപ്പോൾ ഈ നെഗേഷൻ T ഓർ U എന്ന് പറയുന്ന ആൾ എന്തായേ പറ്റുള്ളൂ? ട്രൂ ആയേ പറ്റുള്ളൂ. അതിൻ്റെ പേരാണ് ഡിസ്ജക്റ്റീവ് സിലോഗിസം. ഓക്കെ, ഡിസ്ജക്റ്റീവ് സിലോഗിസം. ഇതിൽ നമുക്ക് T എന്താണെന്നറിയാം, ഓൾറെഡി T ട്രൂ ആണെന്നറിയാം. അപ്പോൾ നെഗേഷൻ T ഫോൾസ് ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ സാധനം ട്രൂ ആവണേ U ട്രൂ ആയേ പറ്റുള്ളൂ. അതും എന്തുതന്നെയാണ്? ഡിസ്ജക്റ്റീവ് സിലോഗിസാണ്. അപ്പോൾ നമുക്ക് U ട്രൂ ആണെന്ന് കിട്ടി. ഇനി അടുത്തത് എസ്റ്റാബ്ലിഷ് ദ വാലിഡിറ്റി ഓഫ് ആർഗ്യുമെൻറ്റ്. നമുക്ക് കിട്ടണ മാക്സിമം പ്രോബ്ലംസ് ആ നോട്ടിൻ്റെ PDF ആ പോസ്റ്റിൽ കിടക്കുന്നുണ്ട്. ഇനിയുള്ള ഭാഗം നിങ്ങൾ ക്ലാസ് കാണണമെന്നൊന്നുമില്ല, എങ്ങനെയെങ്കിലും പഠിക്കുക, മാർക്ക് മേടിക്കുക, അത്രേ ഉള്ളൂ നമുക്ക്. അപ്പോൾ എന്താണ്, അത് നിങ്ങൾ തന്നെ സോൾവ് ചെയ്യുക. നിങ്ങൾ തന്നെ നമ്മുടെ തലേനെ ഉപയോഗിച്ചാലാണ് എന്തെങ്കിലും നമുക്ക് എക്സാം ഹാളിൽ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാനും ഇത് കുറേ ചെയ്തിട്ടാണ് എന്ത് കിട്ടിയേക്കണത്, നമുക്ക് ആ ഐഡിയ വരുള്ളൂ. പിന്നെ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ ഇതാദ്യം അപ്ലൈ ചെയ്യാം, ഇതാദ്യം അപ്ലൈ ചെയ്യാം എന്നുള്ള ഐഡിയയിലേക്ക് എത്തും. ഇത് ഇങ്ങനെയൊക്കെ എസ്റ്റാബ്ലിഷ് ദ വാലിഡിറ്റി ഓഫ് ആർഗ്യുമെൻറ്റ് തരികയാണെങ്കിൽ സത്യം പറഞ്ഞാൽ രക്ഷപ്പെടലാണ്. മറ്റേത് നമ്മൾ എഴുതുമ്പോൾ ഇത് തരുമ്പോൾ ഇതാണ് പ്രൂവ് ചെയ്യേണ്ടതെങ്കിൽ അറ്റ്ലീസ്റ്റ് ഐഡിയ ഉണ്ടല്ലോ. ഇനി നെഗേഷൻ എസ് നമുക്ക് പ്രിമൈസസ്. എസ്സിൽ തുടങ്ങണ വേറെ ആളുള്ള P ഓർ S ഉണ്ട്, അപ്പോൾ ഞാൻ അതിനെ എഴുതി. ഇനി എസ് ഫോൾസായ സ്ഥിതിക്ക് P ട്രൂ ആയേ പറ്റുള്ളൂ അല്ലേ. അപ്പോൾ P ട്രൂ ആണെങ്കിൽ ഡിസ്ജക്റ്റീവ് സിലോഗിസം എവിടെ അപ്ലൈ ചെയ്തു? ഒന്നിലും രണ്ടിലും. ഇപ്പം എനിക്ക് P ട്രൂ ആണ്, S ഫോൾസാന്നൊക്കെ അറിയാം. എനിക്ക് നെഗേഷൻ R ഇംപ്ലൈസ് നെഗേഷൻ Tയിലേക്ക് എത്തണം, എങ്ങനെയെങ്കിലും എത്തണം. അപ്പോൾ നമ്മൾ P ഇംപ്ലൈസ് Q ഇംപ്ലൈസ് R എടുത്തു. അതിൽ Q ഇംപ്ലൈസ് R എന്താണെന്നറിയാം, ട്രൂ ആയേ പറ്റുള്ളൂ. P ഇംപ്ലൈസ് Q തന്നിട്ട് Qനെ കുറിച്ച് പറയണത് മോഡസ് പൊന്നൻസ്. മോഡസ് പൊന്നൻസ് എവിടെയൊക്കെ അപ്ലൈ ചെയ്തു? 4ലും 3ലും അപ്ലൈ ചെയ്തു. അപ്പോൾ നമുക്ക് Q ഇംപ്ലൈസ് Rന്ന് കിട്ടിയിട്ടുണ്ട്. അടുത്ത് നമ്മുടെ കയ്യിലുള്ളത് T ഇംപ്ലൈസ് Q ഉണ്ട്, അതിന് പ്രിമൈസസ് ആണ്. ഇനി T ഇംപ്ലൈസ് R, ഇതിപ്പോൾ എവിടുന്ന് വന്നു? T ഇംപ്ലൈസ് R. 6ലും 7ലും നമ്മൾ ഹൈപ്പോത്തറ്റിക്കൽ സിലോഗിസം അപ്ലൈ ചെയ്തു. നോക്കിട്ടോ, ഇത് എവിടുന്നാണ് വന്നതെന്ന്? T ഇംപ്ലൈസ് Q ഉണ്ട്, Q ഇംപ്ലൈസ് R ഉണ്ട്. അങ്ങനെയാണെങ്കിൽ T ഇംപ്ലൈസ് R എന്ന് എഴുതിക്കൂടെ? അതിൻ്റെ പേരല്ല ഹൈപ്പോത്തറ്റിക്കൽ സിലോഗിസം. ഇനി അതിൽ തന്നെ എന്താ പറയുക, നെഗേഷൻസ് ആണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് അല്ലേ. അപ്പോൾ T ഇംപ്ലൈസ് R കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിന് നെഗേഷൻ R ഇംപ്ലൈസ് നെഗേഷൻ T. എന്താ അത്? കോൺട്രാപോസിറ്റീവ്. കണ്ടോ? മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്യുക, നമുക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ ഇതിൽ ഏതെങ്കിലുമൊക്കെ കാണാം. ട്രാൻസ്ലേറ്റ് ദ ഫോളോയിങ് ഇംഗ്ലീഷ് സെൻറ്റൻസ് ഇൻ ടു ലോജിക്കൽ നൊട്ടേഷൻ. 2025 മെയ് നിങ്ങളുടെ സീനിയേഴ്സിന് 5 മാർക്കിന് ചോദിച്ച ക്വസ്റ്റ്യൻ. എവരി സ്റ്റുഡൻറ്റ് ഇൻ ദ ക്ലാസ് ഹാസ് സബ്മിറ്റഡ് അസൈൻമെൻറ്റ്. ദെൻ റൈറ്റ് നെഗേഷൻ ഇൻ സിംബോളിക് ഫോം ആൻഡ് എക്സ്പ്രസ് ദ നെഗേഷൻ ഇൻ ഇംഗ്ലീഷ് എന്നാണ് ചോദ്യം. അപ്പോൾ എച്ച് ഈസ് എ സ്റ്റുഡൻറ്റ്, അത് എവരി സ്റ്റുഡൻറ്റിനൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് എച്ചിൽ വെച്ചിട്ട് പറയേണ്ടതാണ്. എച്ച് ഈസ് എ സ്റ്റുഡൻറ്റ് ഇൻ ദ ക്ലാസ്. അടുത്തത് എച്ച് സബ്മിറ്റഡ് അസൈൻമെൻ്റ് എന്ന് കൊടുത്തു. അപ്പോൾ ഇവിടെ പറയണത് ഫോർ ഓൾ എച്ച് എന്ന് എഴുതുമ്പോൾ ഞാൻ ഇംപ്ലൈസ് കൊടുക്കാമെന്നും ഡെയർ എക്സിസ്റ്റ് എച്ച് വരികയാണെങ്കിൽ എന്ത് കൊടുക്കാമെന്നാണ് പറഞ്ഞത്? ആൻഡ് ഉള്ളിൽ കൊടുക്കാമെന്ന്. അതൊക്കെ ഓർക്കണം കേട്ടോ. ഫോർ ഓൾ എച്ച് P ഓഫ് എച്ച് ഇംപ്ലൈസ് Q ഓഫ് എച്ച് എന്ന് കൊടുത്തു. അപ്പോൾ അതിൻ്റെ നെഗേഷൻ പറയുമ്പോൾ ദെയർ എക്സിസ്റ്റ് എച്ച് എന്ന് വന്നു. എനിക്ക് P ഓഫ് എച്ച് ഇംപ്ലൈസ് Q ഓഫ് എച്ച് ചെയ്യാൻ ഇഷ്ടമല്ല. അത് കണ്ടു കഴിഞ്ഞാൽ എപ്പോഴും എങ്ങനെ മാറ്റാറുണ്ട്? നെഗേഷൻ P ഓഫ് എച്ച് ഓർ Q ഓഫ് എച്ച് എന്ന് മാറ്റാറുണ്ട്. അപ്പോൾ ഈ സാധനത്തിന് ഞാൻ നെഗേഷൻ കൊടുക്കുമ്പോൾ എന്ത് വരും? ഫോർ ഓൾ എച്ച് എന്താവും? ദെയർ എക്സിസ്റ്റ് എച്ച് ആവും. നെഗേഷൻ P ഓഫ് എച്ച് എന്താവും? P ഓഫ് എച്ച് ആവും.
ഓർ എന്താവും ആൻഡ് ആവും. ക്യൂ ഓഫ് എക്സ് എന്താവും നെഗേഷൻ ക്യൂ ഓഫ് എക്സ് ആവും. ഞാൻ പറഞ്ഞില്ലേ നമ്മൾ ചില കാര്യങ്ങൾ നന്നായിട്ട് സ്ട്രെസ് ചെയ്യുന്നുണ്ട്. ഈ പി ഇംപ്ലൈസ് ക്യൂ അങ്ങനെ സ്ട്രെസ് ചെയ്യണതാണ്. പി ഇംപ്ലൈസ് ക്യൂ എന്ന് പറയുന്നത് നെഗേഷൻ പി ഓർ ക്യൂ എന്നുള്ളത് എത്ര വട്ടം നമ്മൾ യൂസ് ചെയ്തേക്കണം. അതുപോലെ തന്നെ ആ ലോസിൽ ആ മോഡസ് പൊണ്ണൻസും ടൊള്ളൻസും യൂസ് ചെയ്യാത്ത സ്ഥലങ്ങളില്ല. ഇപ്പം നമുക്ക് കിട്ടിയത് ദർ ഈസ് അറ്റ്ലീസ്റ്റ് വൺ സ്റ്റുഡൻറ്റ് ഇൻ ദ ക്ലാസ് ഹൂ ഹാസ് നോട്ട് സബ്മിറ്റഡ് അസൈൻമെൻറ്റ് എന്ന് കിട്ടി. ദർ എക്സിസ്റ്റഡ്സ് എന്ന് പറഞ്ഞാൽ ദർ ഈസ് അറ്റ്ലീസ്റ്റ് വൺ സ്റ്റുഡൻറ്റ് ഇൻ ദ ക്ലാസ്